അപ്രതീക്ഷിതമായ ഉപരാഷ്ട്രപതിയുടെ രാജി ഇനി ആരെന്നൊരു ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. 3 പേരുകൾ. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ശശി തരൂരിൻ്റെ പേരാണ്. പിന്നീടുള്ളത് പി ശ്രീധരൻപിള്ളയും ആരിഫ് മുഹമ്മദ് ഖാനും. ആരായിരിക്കും ഇതിനകത്ത്? ഇപ്പം 3 പേരുടെ പേര് വന്നിരിക്കുന്നതിൽ 3 പേരും യോഗ്യന്മാർ തന്നെയാണ്. ഇപ്പം ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിതമായ രാജി, അതിൻ്റെ പിന്നാമ്പുറ വർത്തമാനമൊക്കെ വേറെ പലതും വരുന്നുണ്ട്. അത് എന്തെങ്കിലും ആകട്ടെ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്, മറ്റു ചില പ്രശ്നങ്ങൾ ഇതിന് പിന്നിൽ പറയുകയും ചെയ്യുന്നു. നമുക്കിനി ആര് എന്നുള്ളതിലേക്ക് പോയാൽ, ഇപ്പോൾ ഇവിടെ 3 പേര് പറഞ്ഞതിൽ ഈ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ തരൂരിനാണ്. കാരണം തരൂരിനെയാണ് കുറേ നാളായിട്ട് BJP സർക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നത്, പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. തിരുവനന്തപുരത്തിൻ്റെ MP ആണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ്, അങ്ങനെ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അങ്ങനെയുള്ള തരൂരിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തരൂർ മോദിയും പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ പോലും വെട്ടിലാക്കിക്കൊണ്ടാണ് തരൂരിൻ്റെ ഓരോ ചുവടുവയ്പും. അപ്പോൾ തരൂര് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് തരൂർ യോഗ്യനാണ്. തരൂര് എന്ത് ഉപരാഷ്ട്രപതി ആയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കണ്ട, തരൂർ അതിന് യോഗ്യനാണ്. പൊതുവെ വരുന്ന ഒരു വൃത്താന്തം തരൂർ അതിൽ എതിർപ്പില്ല എന്നുള്ളതാണ്. എതിർപ്പില്ല എന്നുള്ളതാണ്. തരൂരിന് MP സ്ഥാനം രാജിവെക്കേണ്ട, പിന്നെ BJPയിലേക്ക് ഉപരാഷ്ട്രപതിയല്ലേ. കാരണം അല്ലെങ്കിൽ ആൾക്കാർ പറയും BJPയിൽ ചേർന്നു, ഉപരാഷ്ട്രപതി പദവും വേണമെങ്കിൽ MP സ്ഥാനം രാജിവെക്കാം, ഉപതെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷെ ഇപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് അവർക്കിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ട്, എന്നാൽ വലിയൊരു സ്ഥാനം. അത് ഉപരാഷ്ട്രപതി പദവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി തന്നെ പറയും എന്ത് വേണം, രാജിവെക്കണോ, BJPയിൽ ചേരണോ, ഇതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അതനുസരിച്ച് തന്നെ, കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെയാണ് പോകുന്നതും. അല്ല, തരൂർ തിരുവനന്തപുരത്ത് MP ആയിട്ട് ഇരുന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം ഇനി MP ആയിരിക്കുമ്പോൾ വരുന്നില്ല, പിന്നെ ഇനി ഉപരാഷ്ട്രപതി. തരൂർ ഈ സ്ഥാനങ്ങളിൽ MP എന്നുള്ള ഒരു സ്ഥാനവും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിൽക്കുന്നത് കോൺഗ്രസിന് തന്നെ ഒരു അടി കൊടുക്കാനാണ്. അത് മാറത്തൂരില്ല. ചില ഇത്തിൾ കണ്ണികൾ പിടിച്ചാൽ പോകില്ല എന്നുള്ള രീതിയിൽ അത് ആ വൃക്ഷവും കൊണ്ടേ പോകത്തുള്ളൂ. കോൺഗ്രസിനെയും കൊണ്ടേ തരൂർ പോകൂ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് തരൂർ ഉറച്ചിരിക്കുന്നത്. ഇനി ഉപരാഷ്ട്രപതി അല്ല, രാഷ്ട്രപതി പദവി കിട്ടുന്നു തരൂർ കോൺഗ്രസ് എടുത്തില്ല. ഇപ്പം തരൂര് MP ആയിട്ട് തന്നെ തിരുവനന്തപുരത്ത് ഒരു കാര്യങ്ങൾക്കും കാണുന്നില്ല. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളൊന്നും ഒക്കെ അപ്രധാനമാണ്. അല്ലാതെ ഒരു MP എന്ന നിലയിൽ അദ്ദേഹം മണ്ഡലത്തിലൊന്നും ഓടി നടക്കുന്നില്ല. സാധാരണ MLA MP എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രദേശത്ത് തൻ്റെ മണ്ഡലത്തിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഓടി എത്തുക, അത് പരിഹരിക്കുക, റോഡ് മോശമാണെങ്കിൽ. ഇതിലൊന്നും തരൂരൊന്നും ഒരു കാര്യവും നോക്കാറില്ല. കഴിഞ്ഞ 4 തവണയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോവുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശശി തരൂർ തിരുവനന്തപുരത്ത് മുടങ്ങാതെ വരുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പൊങ്കാല ഇടാനാണോ എന്ന് ചിലർ ചോദിക്കും. സ്ത്രീകൾ മാത്രമല്ലേ പൊങ്കാല ഇടുന്നുള്ളൂ എന്ന് ചോദിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ. അതല്ല, അവിടെ പൊങ്കാല നടക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ ആ ചുറ്റുവട്ടത്ത് വന്ന് അവിടെ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ വരും. അതിനോടൊപ്പം തന്നെ തലയെടുപ്പോടുകൂടി നിൽക്കണം. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് തരൂർ കുറച്ച് കേരള രാഷ്ട്രീയത്തിലോട്ട് കുറച്ച്, അതായത് കോൺഗ്രസിൻ്റെ പിന്തുണയൊന്നുമില്ല, എന്നാൽ തരൂരും തരൂരിൻ്റെ കുറച്ച് സഹപ്രവർത്തകരുമായിട്ടൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്കുള്ള ചില ആൾക്കാരെ പോയി കാണുകയും ചില നേതാക്കന്മാരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തുകയും ചില പ്രദേശങ്ങളിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായിരിക്കാനും വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണെന്നൊക്കെയുള്ള ചർച്ചകൾ വരാനിരിക്കുകയാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി പദവി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുമോ എന്നൊരു സംശയം ഉണ്ട്. കാരണം തിരുവനന്തപുരത്തെ ഒരു MP എന്നുള്ള രീതിയിൽ പരാജയമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വന്ന് എവിടെ രക്ഷപ്പെടാനാണ്? അല്ലെങ്കിൽ പിന്നെ BJP തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കി കൊടുക്കണം ഇദ്ദേഹത്തിന്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ തരൂരും രാജീവ് ചന്ദ്രശേഖറും കൂടി NDA കേരളത്തിൽ നയിക്കുമായിരിക്കും. അങ്ങനെ വല്ലതും സംഭവിക്കെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും തരൂരിന് ആ ഒരു സാധ്യത. പിന്നീട് വരുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. നമ്മുടെ ഇവിടെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിലെ ഗവർണറാണ്. ഗവർണർ പദവിയിൽ ഇരിക്കുന്നവർ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് വരും
ഇപ്പോൾ രാജിവെച്ച ഉപരാഷ്ട്രപതി പശ്ചിമ ബംഗാളിൽ ഗവർണറായിരുന്നു. അദ്ദേഹം 2022 ഓഗസ്റ്റിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നത്. ഇനി അദ്ദേഹത്തിനെ എങ്ങാണ് ഗവർണർ പദവിയിൽ നിന്ന് മാറ്റിയിട്ട് ഉപരാഷ്ട്ര പദവി കൊടുത്താൽ പത്മജയെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം പത്മജയ്ക്ക് വെച്ചിട്ടുണ്ട്, ഗവർണർ പദവിയിലേക്ക് അല്ലേ? അത് നമുക്ക് പിന്നെ തള്ളിക്കളയാൻ പറ്റില്ല. അതിനുള്ള സാധ്യതയുണ്ട്. ബിജെപിയുടെ ഒരു വലിയ നേതൃത്വ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ. അതോ പത്മജയെ ഇനി കേരള നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമോ എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. കാരണം പത്മജ മുമ്പ് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതിനായിരിക്കുമോ കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് പിന്നെ ചില നോട്ടങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം ഇടയ്ക്ക് ഇവിടെ ഗവർണറായിരിക്കുമ്പോൾ തന്നെ പലരും കരുതിയതാണ് അവിടുന്ന് നേരെ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് പോകും എന്ന്. അപ്പോഴാണ് നമ്മുടെ ഇദ്ദേഹം പശ്ചിമ ബംഗാളിൽ നിന്ന് ഈ ഗവർണർ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടുത്തെ ഗവർണർ ഇപ്പോൾ നമ്മുടെ ആനന്ദ് ബോസാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ 2022 അദ്ദേഹം ഈ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് 2027 വരെ കാലാവധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കൂടാതെ പിന്നെ വരുന്നത് നമ്മുടെ ശ്രീധരൻ പിള്ള, ഇപ്പോൾ ഗോവ ഗവർണർ കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന. അദ്ദേഹം മുമ്പ് മിസോറാമിലും ഗവർണറായിരുന്നു. അദ്ദേഹത്തിനെ പരിഗണിക്കാം. അദ്ദേഹമൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഒരു കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരും എന്നൊരു വർത്തമാനം ഉണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ മത്സരിക്കും നിയമസഭയിലേക്ക് എന്ന് പോലും. 2016 അദ്ദേഹം ചെങ്ങന്നൂരിൽ മത്സരിച്ച ആളാണ് BJPയുടെ. അങ്ങനെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഒരു ചതുഷ്കോണ മത്സരവും നടന്നു. CPM, UDF, പിന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്ന ശോഭന ജോർജ് അവിടെ നല്ല വോട്ട് പിടിച്ചതാണ്. പിന്നെ BJPയുടെ NDA സ്ഥാനാർത്ഥിയായി ശ്രീധരൻ പിള്ളയും. അങ്ങനെ 4 പേര് വന്നു മത്സരരംഗത്ത് സജീവമായിട്ട്. അതാണ് ചതുഷ്കോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അപ്പോൾ ശ്രീധരൻ പിള്ളയ്ക്കും ഗോവ ഗവർണർ സ്ഥാനത്തുമൊക്കെ ഇരുന്നിട്ടുണ്ട്. മിസോറാമിലെ ഗവർണർ സ്ഥാനം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഉപരാഷ്ട്രപതി പദവിയിലേക്കും അദ്ദേഹത്തിനും ചാൻസ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം ശശി തരൂരും ആരിഫ് മുഹമ്മദ് ഖാനും ശ്രീധരൻ പിള്ളയുമാണ് ഇപ്പോൾ ലിസ്റ്റിൽ നിൽക്കുന്നത്. മോഹൻ ഭാഗവത് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ട്. ആ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം മോഹൻ ഭാഗവത് RSSൻ്റേതായ ചില നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിനകത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ആർലേക്കർ ഇങ്ങോട്ട് വിട്ടതൊക്കെ തന്നെ ആർലേക്കർ RSS പാരമ്പര്യത്തിലൂടെ വന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല ഈ ധൻഖറിന്റെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ രാജി. ഇന്നലെ അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നായിരുന്നു ഈ രാജി വെച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടി വായിക്കും. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന് കൂട്ടി വായിക്കുമ്പോഴും അദ്ദേഹത്തിന് 75 വയസ്സ് തികയാൻ പോകുന്നു. മോഹൻ ഭാഗവതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നേ. 75 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇടയ്ക്ക് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ. അതായത് ഇത്ര പ്രായം കഴിഞ്ഞാൽ പിന്നീട് ചില പദവികൾ നേതാക്കന്മാർ മാറണം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ മോദിക്ക് വയസ്സാകുന്നു, അടുത്ത മാസം സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു 75 വയസ്സ് തികയുന്നു. അപ്പം അതിൻ്റെ ഒരു മുൻകൂട്ടിയുള്ളൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കുമോ ഇദ്ദേഹത്തിൻ്റെ? ഇതെന്ത് പ്രായം, എന്ത് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് 82ാമത്തെ വയസ്സിൽ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്. എന്തായിരുന്നു ഇത്? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴും വളരെ ഊർജ്ജസ്വലനായിട്ട് നിൽക്കുന്ന ആളാണ് നരേന്ദ്രമോദി. എന്ത് വ്യക്തിപ്രാഭവമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിന്, ഓർമ്മയ്ക്ക്, അദ്ദേഹത്തിൻ്റെ പിന്നെ മറ്റ് ഇതിന് താഴെയുള്ള രാഷ്ട്രീയക്കാർ, ഈ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ താഴെയുള്ള രാഷ്ട്രീയക്കാരെ ഏഞ്ഞു വലിച്ചായിരിക്കും പാർലമെൻറ്റിലേക്ക് കയറി പോകുന്നത്. ഇദ്ദേഹമൊക്കെ എത്രത്തോളം ഊർജ്ജസ്വലനായിട്ട് ഉറങ്ങുന്നത് തന്നെ 3-3.5 മണിക്കൂറേ ഉള്ളൂ. അദ്ദേഹം വളരെ പുലർച്ചെ തന്നെ ഓഫീസിൽ കയറിയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ലോകം മുഴുവൻ അദ്ദേഹം സഞ്ചരിക്കുന്നു. ലോകം മുഴുവൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ എന്ത് പറയുന്നു, ഇന്ത്യയുടെ വാക്ക് നിർണായകമാണ്. നരേന്ദ്രമോദി എന്താണ് അക്കാര്യത്തിൽ പറയുന്നത് എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രായമെന്നൊക്കെ പറയുന്നത് 75 പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉടൻ മോദിയെ എല്ലാവരും അങ്ങ് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അത് എന്തിൻ്റെ പേരിൽ ആണെന്നുള്ളതാണ്.
ഏതായാലും ധൻഖറിന് ശേഷം ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ തരൂരിന്റെ പേര് തന്നെയാണ് ആദ്യം, അല്ലേ?